Hi guys, this is me Santosh and I welcome to you all for a new video of Talks. So in this video we are going to learn about normal distribution. As you know that normal distribution is a continuous probability distribution. അപ്പോൾ continuous probability എന്താണ്, discrete എന്താണെന്ന് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു continuous probability distribution ആണ് normal distribution എന്ന് പറയുന്നത്. So why it is so much relevant എന്ന് ചോദിച്ചാൽ ഈ യൂണിവേഴ്സിലെ ഈ പ്രപഞ്ചത്തിലെ അല്ലെങ്കിൽ if it is related to the human എല്ലാം തന്നെ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് എന്നാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. ദാറ്റ് ഈസ് നമ്മൾ ഈ കാണുന്ന എല്ലാത്തിലും തന്നെ ഒരു നോർമാലിറ്റി ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇൻ കേസ് ഓഫ് ബൈനോമിയൽ ഓർ പോയിസോൺ n വാസ് ഫിനിറ്റ് അല്ലെ, മിക്ക കാര്യങ്ങൾക്കും നമ്പറൊക്കെ ഭയങ്കര ഫിനിറ്റ് ആയിരുന്നു ഡിസ്ക്രീറ്റ് സീരീസിൽ. പക്ഷെ പ്രപഞ്ചത്തിലെ നമ്മുടെ ഭൂമിയിലെ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിലെ എല്ലാ സീരീസുകളും തന്നെ ഒരു നോർമാലിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ കണ്ടെത്തി വെച്ചിരുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ശരാശരി ആയുർദൈർഘ്യത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കും. ഒരു മനുഷ്യന്റെ കാര്യം അല്ലെ, നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത്രയും പോപ്പുലേഷനിൽ നിന്നും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ 60 to 70 years ആണ് ഒരു ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി എന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിനർത്ഥം എന്താണ്? മജോറിറ്റി ആൾക്കാരും 60 വയസ്സിനും 70 വയസ്സിനും ഇടയിലാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ അത്രയും നാളെ ജീവിക്കുന്നുള്ളൂ എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ഓൾ ദ പേഴ്സൺസ് ലിവിങ് ഇൻ ദിസ് വേൾഡ് ഈസ് നോട്ട് ഗോയിങ് ബിയോണ്ട് 70. അങ്ങനെ പറയാൻ പറ്റില്ല. കുറച്ച് പേരുണ്ടാവും, എന്നാൽ അതിന് മുമ്പ് ജീവിതം തീരുന്നവരും ഉണ്ടാവും, ശരിയല്ലേ? അപ്പോൾ എന്നാൽ പോലും മജോറിറ്റിക്കും ഒരു സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ ഒരു 50 to 60 ലൊക്കേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു സത്യമാണ്, ലോക സത്യമാണ്, ശരിയല്ലേ? അതേപോലെ തന്നെ ഐ ആം ആസ്കിങ് ടു യു, ഹൗ വാസ് യുവർ എക്സാം എന്ന് ചോദിച്ചാൽ വളരെ മോശവും വളരെ നല്ലതും ആയ ആൾക്കാർ കുറവായിരിക്കും. പക്ഷേ മജോറിറ്റിക്കും ഒരു സെൻട്രൽ ലൊക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു റേഞ്ച് ഉണ്ടാവും, റൈറ്റ്? സോ ഇങ്ങനെയാണ് ലോകത്തിലെ എല്ലാ സംഗതികളും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇതൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമ്മുടെ പ്രപഞ്ചത്തിൽ മുഴുവൻ കാണാൻ സാധിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാത്തിലും നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഒരു നോർമാലിറ്റി കാണാൻ സാധിക്കും. അത് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് തന്നെയാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. So let's start normal distribution. So normal distribution is denoted by capital letter N followed by mu and variance. So the following notations can be read as: if an x variable follows a normal distribution with mu and standard deviation square, that is variance. So mu and standard deviation are the parameters of normal distribution. അപ്പോൾ ഈ പാരാമീറ്റർ അറിയാത്തവർക്കായി എന്താണ് നമുക്ക് നോക്കാം. as you know that populationൽ നിന്ന് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം, സാമ്പിളിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാം, right? So if you are taking population, then parameter comes. The data which is taken from the population or the number which describes the data from the population is known as parameter, while at the same time if the data taken from the sample, it is known as statistic. So here we require a parameter. നമുക്ക് നോക്കാം എന്താണ്. പോപ്പുലേഷൻ്റെ കേസിൽ മീൻ റെപ്രസെന്റ് ചെയ്യുന്നത് mu എന്നും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എന്ന് ഡെനോട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് എ പാരാമീറ്റേഴ്സ്. ആൻഡ് ഇൻ കേസ് ഓഫ് സാമ്പിൾ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ x bar and s, that is known as statistic. But in here normal distribution, the role of mu and sigma, that is a parameter, is very important. നമുക്ക് നേരത്തെ പറഞ്ഞിട്ടൊരു എക്സാമ്പിളോട്ട് വരാം. ഫ്യൂവൽ എക്കോണമി മോഡ് ഓഫ് സ്കൂട്ടേഴ്സ്. നമുക്കറിയാം 45-നും 55-നും ഇടയിലാണ് ഫ്യൂവൽ എക്കോണമി മോസ്റ്റ് എഫിഷ്യൻ്റ് ആകുന്നത്. But it does not mean that all the observations from the population does not come to this range. പക്ഷേ ഇതിനും വെളിയിൽ പോകാൻ സാധ്യതയുള്ള റേഞ്ച് ഉള്ള വണ്ടികളും ഉണ്ടാവാം അല്ലെ. അതിന്റെ അർത്ഥം 45-നും 55-നും ഇടയിൽ സ്പീഡിൽ പോകുന്ന വണ്ടികൾക്ക് മാത്രമാകണമെന്ന് നിർബന്ധമില്ല നല്ല ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുക. ഒരു പക്ഷേ ചിലപ്പോൾ അതിൽ മേളിലോട്ടോ താഴോട്ടോ, ദാറ്റ് ഈസ് 85 കിലോമീറ്റർ സ്പീഡിന് മേളിൽ പോകുന്ന വണ്ടികൾക്കും താഴെ പോകുന്ന വണ്ടികൾക്കും ചിലപ്പോൾ ഒരു പക്ഷേ മൈലേജ് കിട്ടുന്ന സാധ്യതയുണ്ട്. അപ്പോൾ അവയെ നമുക്ക് ഔട്ട്ലയേഴ്സ് എന്ന് വിളിക്കാം. സോ ദാറ്റ് ഈസ് there exist some outliers which falls out of this range. സോ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഇതിനെ നോർമൽ കർവിൽ ഡിറ്റക്ട് ചെയ്യാമെന്ന് നോക്കാം, ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞുകൊണ്ട്. ആസ് യു നോ, ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി എക്സാക്ട്ലി ലൈക്ക് ബെൽ. സോ ഇതൊരു ബെൽ ഷേപ്പ് കർവ് ആയിരിക്കും. ആസ് യു നോ ദാറ്റ് ഇറ്റ്സ് എ ബെൽ ഷേപ്പ് കർവ്. ദ mu, ദാറ്റ് ഈസ് നോൺ ആസ് എ മീൻ സെൻട്രൽ വാല്യൂ ആയിരിക്കും. ഈ മീനാണ് ഒരു പക്ഷേ ഈ കർവിനെ ഡിവൈഡ് ചെയ്യുന്നത് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ എപ്പോഴും മീനിന്റെ രണ്ട് ഭാഗങ്ങളും അല്ലെങ്കിൽ ഒരു കർവിന്റെ രണ്ട് സൈഡുകളും ഈക്വലി ലൈക്ലി ആയിരിക്കും. ദാറ്റ് ഈസ് മീനിൽ നിന്നും ലെഫ്റ്റ് പോർഷനും റൈറ്റ് പോർഷനും വിൽ ബി ഈക്വൽ ആയിരിക്കും. mu മൈനസ് ഇ ആൻഡ് mu പ്ലസ് ഇ വിൽ ബി ഈക്വൽ. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളോട്ട് വരാം. 45-നും 55-നും ഇടയിലായിരുന്നു നമ്മുടെ സ്കൂട്ടറിന്റെ ബെസ്റ്റ് ഫ്യൂൽ എഫിഷ്യൻസി എങ്കിൽ അതിന്റെ മീൻ 50 ആകാനാണ് സാധ്യത. സോ 50 എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്താൽ ദാറ്റ് മീൻ വാല്യൂ വിൽ ബി ഇൻ ദിസ് പോയിന്റ്. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ
That will be 45 and 55. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഇങ്ങനെ വരും ഒരു പക്ഷേ ഒരു ഗ്രാഫിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പ്ലോട്ട് ചെയ്യുമ്പോൾ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. ഇറ്റ്സ് എ ബെൽ ഷേപ്പ് കർവ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ജസ്റ്റ് ലൈക്ക് എ ബെൽ. ആൻഡ് ബെൽ ആയതുകൊണ്ട് തന്നെ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ ബെൽ കർവ് ഓർ നോർമൽ കർവ്. അതിൽ നമ്മൾ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുമ്പോൾ എക്സാക്ട്ലി മീൻ സെൻട്രലി ലൊക്കേറ്റ് ചെയ്യും. അതല്ലെങ്കിൽ മീനാണ് ഒരു പക്ഷേ ഈ ഗ്രാഫിനെ അല്ലെങ്കിൽ ഈ ബെൽ ഷേപ്ഡ് കർവിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞു ഔട്ട്ലയേഴ്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ഈ 45-നും 55-നും വെളിയിൽ പോകുന്ന റേഞ്ചുള്ള വണ്ടികളും ഉണ്ടാവാം. ഒരു പക്ഷേ 45 താഴോട്ടുള്ള ഒബ്സർവേഷൻസ് ഈ ഭാഗത്തായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതേപോലെ 55 കിലോമീറ്റർ സ്പീഡിൽ അധികം പോകുന്ന വണ്ടികൾക്ക് ബെസ്റ്റ് മൈലേജ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഈ ഭാഗത്ത് ലൊക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിലും മജോറിറ്റി ഒബ്സർവേഷൻസും സെൻട്രലി ലൊക്കേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സെൻട്രൽ ടെൻഡൻസി എന്നുള്ള റൂള് ചെറുതായിട്ട് പ്രാധാന്യം ഇവിടെ ഉള്ളതാണ്. അപ്പം മജോറിറ്റി സ്കൂട്ടേഴ്സ് അല്ലെങ്കിൽ വെഹിക്കിൾസ് വിച്ച് കംസ് അണ്ടർ ദ ബെസ്റ്റ് മൈലേജ് ഓഫ് 45 to 55 കിലോമീറ്റർ അത് വരുന്നത് ഈ സെൻട്രൽ ഭാഗത്താണ് നമുക്ക് പറയേണ്ടതായിട്ട് വരും. Then you have to remember this curve is symmetrical about the line x is equal to mu, that is mu. അതായത് കൃത്യമായും സിമെട്രിക്കലാണ്, രണ്ട് വശവും ഒരേപോലെയാണ്. ദാറ്റ് ഈസ് നമ്മളൊരു നോർമൽ കർവിനെ ഡിവൈഡ് ചെയ്താൽ ഈക്വലി ലൈക്കിലാണ് രണ്ട് സൈഡും. ദാറ്റ് ഈസ് നോൺ ആസ് സിമെട്രിക്കലാണ്. സോ ഓൾവേസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് സിമെട്രിക്കൽ, നോർമൽ കർവ് ഈസ് സിമെട്രിക്കൽ. As the mean is symmetrical, as it is a symmetrical ആയതുകൊണ്ട് തന്നെ മീനും മീഡിയനും മോഡും ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ മീൻ ഈസ് ഈക്വൽ ടു മീഡിയൻ ഈസ് ഈക്വൽ ടു മോഡ് തന്നെ ആയിരിക്കും ഏതെന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുക. കൃത്യമായി പറഞ്ഞാൽ ഈ മീൻ ഈ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ഡിസ്ട്രിബ്യൂഷനെ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ദാറ്റ് യു ക്യാൻ സീ ദിസ് mu divides the distribution into 2 equal parts, left and right. Then you have to think that the total area under normal distribution will be 1. So this is what is known as the total area. രണ്ട് വശങ്ങളും കൂടെ ചേരുമ്പോൾ 1 ആയിരിക്കും. ദാറ്റ് ഈസ് 100% ഒബ്സർവേഷനും ഇത് റെപ്രസെന്റ് ചെയ്യണമല്ലോ സ്വാഭാവികമായിട്ടും. അല്ല, നമ്മൾ എടുക്കുന്ന ഒബ്സർവേഷൻ, പോപ്പുലേഷൻ എടുക്കുന്ന ഒബ്സർവേഷൻ എത്രയാണോ അത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഗ്രാഫിനുള്ളിൽ വരണമല്ലോ. അതുകൊണ്ട് തന്നെ മീൻ സെൻറ്റർ ആണെങ്കിൽ അതിൻ്റെ ഇടതുവശം 50%, വലതുവശം 50%. ദാറ്റ് ഈസ് ദ ടോട്ടൽ വിൽ ബി 100 അഥവാ 1 എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഓരോ വശങ്ങളും 50% റെപ്രസെന്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് 0.5% ഈച്ച് ആയിരിക്കും ഓരോ ഭാഗം. ദാറ്റ് ഈസ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. Normal distribution is unimodal. That is, there is only one mode. Mode means a peak point. ഈ ഡിസ്ട്രിബ്യൂഷനിലെ പീക്ക് പോയിന്റ് അത് മീൻ തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെ മോഡും, അത് തന്നെയാണ് മീഡിയനും നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു യൂണി മോഡലാണ്. ദാറ്റ് മീൻസ് ദർ ഈസ് ഓൺലി വൺ മോഡ് ഫോർ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ആൻഡ് ദ പാരാമീറ്റേഴ്സ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആർ mu ആൻഡ് സിഗ്മ. അപ്പം മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസി ആയിട്ട് പ്ലോട്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഇവ രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷനെ സംബന്ധിച്ചിടത്തോളം. ഇനി എന്താണ് ഇത് ഇമ്പോർട്ടൻ്റ് ആകുന്നത് എന്ന് നമുക്ക് നോക്കാം. Mu characterizes the position of normal distribution. That is, normally the normal distribution will be like this, with so and so mean. But if the number of mean, if the value of mean increases, the position of the curve will slightly change to this, and if mu decreases, it may try to change to this. So that means mu of a normal distribution decides the position of normal distribution. At the same time, sigma characterizes the spread of normal distribution. Spread means what? Normally ഒരു ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണെങ്കിൽ if the large standard deviation ആണെങ്കിൽ it will be look like a peak position attain ചെയ്യാനുള്ള സാധ്യതയുണ്ട്. If it is more, then the position will be like this. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഡെൻസിറ്റി കർവ് എന്ന് വിളിക്കാം. ബിക്കോസ് ടോട്ടൽ ഏരിയ 1 ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഹൈറ്റ് കുറയും. ഈവൻ ഹൈറ്റാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നെങ്കിൽ അതിനനുസരിച്ചിട്ട് വിത്തിൽ മാറ്റം ഉണ്ടാകും. സോ ബിക്കോസ് വേറൊന്നും കൊണ്ടല്ല, രണ്ട് എങ്ങനെയായാലും 100% ഒബ്സർവേഷനും ഇതിൽ ഉൾക്കൊള്ളണം. അതുകൊണ്ട് തന്നെ വിത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മളിതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. mu and sigma. Mu decides the position and sigma, that is standard deviation, decides the spread of a normal distribution. Then very important rule, 68, 95 and 99.7 rule of normal distribution. Imagine about the previous case, fuel economy, that was 45 to 55 kilometers. And if you are plotting this on a graph, the mean will be 50 and standard deviation 0.5. Imagine, remember.
അങ്ങനെയാണെങ്കിൽ നമ്മൾ ഗ്രാഫിക്കലി ഇത് പ്ലോട്ട് ചെയ്യാൻ നേരം എങ്ങനെയായിരിക്കും ചെയ്യുക? 50, 55, 60, 65 ഇത്രയും വരെ ഉണ്ടെന്ന് വിചാരിക്കുക. അതേപോലെ തന്നെ കുറയാൻ സാധ്യതയാണെങ്കിൽ 45, 40 വരാം, 35, and the new will be, that is the mean will be 50. And the fuel economy best efficiency mode എന്ന് പറയുന്നത് 45 to 55 ആണ്. And the new central value, that is mode, that is mean എന്ന് പറയുന്നത് 50യിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി 0.5, the standard deviation 0.5, ഈ ഭാഗം എന്ന് പറയുന്നത് 68.26 ഒബ്സർവേഷനെ ഉൾക്കൊള്ളുമെന്നാണ് ഇത് റൂൾ പറയുന്നത്. ദാറ്റ് ഈസ് 1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫ്രം ദ മീൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മീൻസ് എ ഡീവിയേഷൻ ഫ്രം ദ സെൻട്രൽ, ദാറ്റ് ഈസ് ഡീവിയേഷൻസ് ഫ്രം ദ മീൻ. മീൻ എത്രയാണോ അതിൽ നിന്നും മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മീൻ വാല്യൂവിൽ നിന്നും ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചേഞ്ചസ് പ്ലസ് ഓർ മൈനസ് ഇത്രയും ഭാഗം നമ്മൾ എടുത്തിരിക്കുന്ന ഒബ്സർവേഷനിലെ 68.26, that is 68.26% of the population includes in 1 standard deviation with the mean. And also if it's a 2 standard deviation from the mean contains 95.45% of the entire observation, and if it's 3, that is 3 standard deviation from the mean contains 99.73% of the observations that we had taken. So let's discuss the characteristics of normal distribution once again. So normal distribution is a theoretical probability distribution that deals with continuous variables. The parameters of a normal probability distributions are mean, mu, and standard deviation, sigma. The value of mu and sigma determine the shape of normal curve. Mu determine the location or position of a curve, and sigma determine its spread. The graph of a normal is always a bell shaped. The top of the bell is directly above the mean. The curve is symmetrical about the line. That is, mean, mu equally divides the graph into 2. As the distribution is symmetrical, mean, median, and mode coincide. That is, the mean is equal to, median is equal to mode for a normal distribution. A normal curve is neither too peaked nor too flat. It is mesoclitic. The value of mean divides the distribution into 2 equal parts. The total area under the normal curve is 1. Hence, the area to the right and left of the ordinate mu is 0.5 each, that is 50%. No portion of the probability curve lies below x-axis. It is going down, but it will never touch and goes below the x-axis. The distribution is unimodal, that is, normal distribution have only one mode. The normal curve is asymptotic to the base, that is, it comes down but it never touches the x-axis or never goes below the x-axis.